ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. 2024 ജനുവരി മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2024 ആദ്യം പുതുവർഷം പിറന്ന രാജ്യം കിരിബാത്തിയാണ്. 2024 ആദ്യം പുതുവർഷം പിറന്ന രാജ്യമേതാണ്? കിരിബാത്തിയാണ്. 2023 അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 93. 2023 അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 93. ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. 2023 അഴിമതി സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഡെൻമാർക്കാണ്. 2023 അഴിമതി സൂചികയിൽ ഏറ്റവും അവസാന സ്ഥാനത്തുള്ള രാജ്യം സൊമാലിയയാണ്. 2023 അഴിമതി സൂചികയിൽ ഏറ്റവും അവസാന സ്ഥാനത്തുള്ള രാജ്യം സൊമാലിയയാണ്. 2023 അഴിമതി സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 93. ഏറ്റവും അവസാന സ്ഥാനത്തുള്ള രാജ്യം സൊമാലിയയാണ്. കുഷ്ഠരോഗ നിവാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് സ്പർശ് 2024. കുഷ്ഠരോഗ നിവാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് സ്പർശ് 2024. 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഒഡീഷ സംസ്ഥാനത്തിനാണ്. 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരത്തിന് ഒഡീഷ സംസ്ഥാനത്തിനെ അർഹമാക്കിയ ടാബ്ലോയുടെ പ്രമേയമായിരുന്നത് വികസിത ഭാരതത്തിലെ സ്ത്രീ ശാക്തീകരണം എന്നതാണ്. 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരത്തിന് ഒഡീഷ സംസ്ഥാനത്തിനെ അർഹമാക്കിയ ടാബ്ലോയുടെ പ്രമേയം വികസിത ഭാരതത്തിലെ സ്ത്രീ ശാക്തീകരണം എന്നതാണ്. 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച രണ്ടാമത്തെ ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഗുജറാത്താണ്. 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച രണ്ടാമത്തെ ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച മൂന്നാമത്തെ ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച മൂന്നാമത്തെ ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ഒന്നാം സ്ഥാനത്ത് ഒഡീഷ, രണ്ടാം സ്ഥാനത്ത് ഗുജറാത്ത്, മൂന്നാം സ്ഥാനത്ത് തമിഴ്നാടാണ്. 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ വിവിധ മന്ത്രാലയങ്ങളുടെയും ഡിപ്പാർട്ട്മെന്റുകളുടെയും ടാബ്ലോ വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ്. 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ വിവിധ മന്ത്രാലയങ്ങളുടെയും ഡിപ്പാർട്ട്മെന്റുകളുടെയും ടാബ്ലോ വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ടാബ്ലോയുടെ പ്രമേയമായിരുന്നത് ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ് എന്നതാണ്. 75ാം റിപ്പബ്ലിക് ദിന പരേഡിൽ വിവിധ മന്ത്രാലയങ്ങളുടെയും ഡിപ്പാർട്ട്മെന്റുകളുടെയും ടാബ്ലോ വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ടാബ്ലോയുടെ പ്രമേയമായിരുന്നത് ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ് എന്നതാണ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയയാണ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയയാണ്. 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? NK സിംഗ് ആണ്. 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ് ആണ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയയാണ്.
സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഉത്സവം. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് ഉത്സവം. 62ാമത് സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല കൊല്ലം ജില്ലയാണ്. 62ാമത് സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല കൊല്ലം ജില്ലയാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കളായത് കണ്ണൂർ ജില്ലയാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് കൊല്ലം ജില്ല. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കളായത് കണ്ണൂർ ജില്ലയാണ്. പ്രസംഗ മത്സരത്തിലെ വിജയികൾക്ക് 2024 സ്കൂൾ കലോത്സവം മുതൽ നൽകുന്ന അവാർഡാണ് അഴീക്കോട് സ്മാരക പ്രസംഗ പ്രതിഭാ പുരസ്കാരം. പ്രസംഗ മത്സരത്തിലെ വിജയികൾക്ക് 2024 സ്കൂൾ കലോത്സവം മുതൽ നൽകി വരുന്ന അവാർഡാണ് അഴീക്കോട് സ്മാരക പ്രസംഗ പ്രതിഭാ പുരസ്കാരം. 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി തിരഞ്ഞെടുത്ത കേരളത്തിലെ പോലീസ് സ്റ്റേഷനാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ, മലപ്പുറം ജില്ല. 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി തിരഞ്ഞെടുത്ത കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ്. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ വിൽപ്പന ആരംഭിച്ച കേരള സർക്കാരിന്റെ കുപ്പിവെള്ളമാണ് ഹില്ലി അക്വ. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ വിൽപ്പന ആരംഭിച്ച കേരള സർക്കാരിന്റെ കുപ്പിവെള്ളമാണ് ഹില്ലി അക്വ. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഹില്ലി അക്വയുടെ നിർമ്മാതാക്കൾ. കേരള ജലസേചന വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമാണ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ വിൽപ്പന ആരംഭിച്ച കേരള സർക്കാരിന്റെ കുപ്പിവെള്ളമാണ് ഹില്ലി അക്വ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലമാണ് ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലം മുംബൈയിലെ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ്. ട്രാൻസ് ഹാർബർ ലിങ്കിന്റെ ആകെ നീളം 21.8 കിലോമീറ്റർ ആണ്. ട്രാൻസ് ഹാർബർ ലിങ്കിന്റെ നീളം 21.8 കിലോമീറ്റർ ആണ്. ട്രാൻസ് ഹാർബർ ലിങ്ക് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ് ട്രാൻസ് ഹാർബർ ലിങ്ക് ഉദ്ഘാടനം ചെയ്തത്. ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈക്ക് നൽകിയിരിക്കുന്ന പേര് അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ്. ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈക്ക് നൽകിയിരിക്കുന്ന പേര് അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ്. കേരള വനം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. കേരള വനം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. 140 ഭാഷകളിൽ പാട്ടുപാടി ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളിയാണ് സുജേത സതീഷ്. 140 ഭാഷകളിൽ പാട്ടുപാടി ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളിയാണ് സുജേത സതീഷ് എന്ന് പറയുന്നത്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 100 കോടി രൂപ വിറ്റുവരവുള്ള സംരംഭങ്ങളാക്കാനുള്ള പദ്ധതിയുടെ പേരാണ് മിഷൻ 1000 പദ്ധതി. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 100 കോടി രൂപ വിറ്റുവരവുള്ള സംരംഭങ്ങളാക്കാനുള്ള പദ്ധതിയുടെ പേരാണ് മിഷൻ 1000 പദ്ധതി. മിഷൻ 1000 പദ്ധതി നടപ്പിലാക്കുന്നത് കേരള വ്യവസായ വകുപ്പാണ്. വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ച ജില്ല എറണാകുളം ജില്ലയാണ്. വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ച ജില്ല എറണാകുളം ജില്ലയാണ്.
തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി 6 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച സമാധാന നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനുസ് ആണ്. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് യൂനുസിനെയാണ് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി 6 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി 6 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച സമാധാന നൊബേൽ പുരസ്കാര ജേതാവാണ് മുഹമ്മദ് യൂനുസ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് 2024 ജനുവരിയിൽ വിക്ഷേപിച്ച ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് 2024 ജനുവരിയിൽ വിക്ഷേപിച്ച ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. ISROയുടെ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ISROയുടെ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് 2024 ജനുവരിയിൽ വിക്ഷേപിച്ച ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ 48 ജിഗാബൈറ്റ് വേഗതയിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനുള്ള ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ 48 ജിഗാബൈറ്റ് വേഗതയിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനുള്ള ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. GSAT-20യുടെ വിക്ഷേപണ വാഹനമായിരുന്നത് ഫാൽക്കൺ 9 റോക്കറ്റ് ആണ്. അമേരിക്കൻ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ വിക്ഷേപണ വാഹനമായ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് GSAT-20 വിക്ഷേപിച്ചത്. സ്പേസ് എക്സിന്റെ സ്ഥാപകൻ ആരാണ്? ഈലോൺ മസ്ക് ആണ് സ്പേസ് എക്സിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള PM ജന്മൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി ഉൾപ്പെടുത്തിയ ആദിവാസി വിഭാഗങ്ങളാണ് കൊറക, കാട്ടുനായ്ക്കർ, ചോലനായ്ക്കർ, കുറുമ്പർ, കാടർ, മക്കളപ്പാറ എന്നിവർ. ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള PM ജന്മൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി ഉൾപ്പെടുത്തിയ ആദിവാസി വിഭാഗങ്ങളാണ് കൊറക, കാട്ടുനായ്ക്കർ, ചോലനായ്ക്കർ, കുറുമ്പർ, കാടർ, മക്കളപ്പാറ എന്നിവർ. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള 2023 ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ ഇടുക്കി കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ ആണ് ജിതേഷ് ജി. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള 2023 ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ ആയത് കവിയും ചിന്തകനും അതിവേഗ ചിത്രകാരനുമായ ജിതേഷ് ജി ആണ്. ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി അംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നിവർ. ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് പുതിയതായി അംഗങ്ങളായ രാജ്യങ്ങൾ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ 5 രാജ്യങ്ങളാണ്. ബ്രിക്സ് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന അംഗരാജ്യങ്ങൾ ആരൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവയാണ്. പുതിയതായി 5 രാജ്യങ്ങൾ കൂടി അംഗങ്ങളായതോടുകൂടി ബ്രിക്സ് കൂട്ടായ്മയിലെ നിലവിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 10 ആയി. നിലവിൽ ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 10 ആണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നിവരാണ് നിലവിൽ ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗരാജ്യങ്ങൾ. 2023 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ആണ്. 2023 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ആണ്.
2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് റഷ്യയാണ്. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് റഷ്യയാണ്. IBM കമ്പനിയുടെ പുതിയ AI ഹബ്ബ് കേരളത്തിൽ ആരംഭിച്ചത് കൊച്ചിയിലാണ്. IBM കമ്പനിയുടെ AI ഹബ്ബ് കേരളത്തിൽ ആരംഭിച്ചത് കൊച്ചിയിലാണ്. മികച്ച പാരാ അത്ലറ്റിനുള്ള 2023 ലോക പുരസ്കാരം നേടിയത് ശീതൾ ദേവിയാണ്. മികച്ച പാരാ അത്ലറ്റിനുള്ള 2023 ലോക പുരസ്കാരം നേടിയത് അമ്പെയ്ത്ത് താരം ശീതൾ ദേവിയാണ്. ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് ശീതൾ ദേവി. മികച്ച വനിതാ പാരാ അത്ലറ്റിനുള്ള 2023 ലോക പുരസ്കാരം നേടിയത് അമ്പെയ്ത്ത് താരം ശീതൾ ദേവിയാണ്. രാജ്യാന്തര പുഷ്പമേളയായ പൂപ്പൊലി 2024 വേദി വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രമാണ്. രാജ്യാന്തര പുഷ്പമേളയായ പൂപ്പൊലി 2024 വേദിയായത് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രം വയനാടാണ്. ലോക ബ്രെയിലി ദിനമായി ആചരിക്കുന്നത് ജനുവരി 4 ലോക ബ്രെയിലി ദിനമായി ആചരിക്കുന്നത് ജനുവരി 4. കാഴ്ച പരിമിതർക്ക് എഴുതുവാനും വായിക്കുവാനും ഉപയോഗിക്കുന്ന ലിപിയായ ബ്രെയിലി ലിപി സൃഷ്ടിച്ച ലൂയി ബ്രെയിലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 4 ലോക ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ബ്രെയിലി ദിനമായി ആചരിക്കുന്നത് ജനുവരി 4. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹം ലിഗ്നോസാറ്റ് ആണ്. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയും ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയുമാണ് ലിഗ്നോസാറ്റ് നിർമ്മാണത്തിൽ പങ്കാളികളാകുന്ന ബഹിരാകാശ ഏജൻസികൾ. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയും ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയുമാണ് തടികൊണ്ട് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹമായ ലിഗ്നോസാറ്റിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാകുന്ന ബഹിരാകാശ ഏജൻസികൾ. കുവൈറ്റിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് മുഹമ്മദ് സബാഹ് അൽ സാലിം അൽ സബാഹ്. കുവൈറ്റിന്റെ പുതിയ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് സബാഹ് അൽ സാലിം അൽ സബാഹ് ആണ്. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവായി ചുമതലയേറ്റത് രൺധീർ ജയ്സ്വാൾ ആണ്. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവായി ചുമതലയേറ്റത് രൺധീർ ജയ്സ്വാൾ ആണ്. കർഷക തൊഴിലാളി മാസിക ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദനാണ്. കർഷക തൊഴിലാളി മാസിക ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് ശ്രീ VS അച്യുതാനന്ദനാണ്. കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയാണ് കർഷക തൊഴിലാളി എന്ന മാസിക. ഈ കർഷക തൊഴിലാളി മാസികയുടെ ആദ്യത്തെ ചീഫ് എഡിറ്റർ കൂടിയായിരുന്നു VS അച്യുതാനന്ദൻ. കർഷക തൊഴിലാളി മാസികയുടെ ആദ്യത്തെ ചീഫ് എഡിറ്റർ ആയിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിനാണ് കർഷക തൊഴിലാളി മാസിക ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് ശ്രീ VS അച്യുതാനന്ദനാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ആണ് S ശ്രീകല. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ S ശ്രീകലയാണ്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ 2024. ഇന്ത്യയും UAEയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഡെസേർട്ട് സൈക്ലോൺ 2024. ഇന്ത്യയും UAEയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ 2024. ഡെസേർട്ട് സൈക്ലോൺ 2024 വേദിയായത് രാജസ്ഥാനാണ്. ഡെസേർട്ട് സൈക്ലോൺ 2024 വേദിയായത് രാജസ്ഥാനാണ്. 2024 ജനുവരിയിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് തീപിടുത്തമുണ്ടായ
ജപ്പാനിലെ വിമാനത്താവളമാണ് ഹാനഡ രാജ്യാന്തര വിമാനത്താവളം, ടോക്കിയോ, ജപ്പാൻ. 2024 ജനുവരിയിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് തീപിടുത്തമുണ്ടായ ജപ്പാനിലെ വിമാനത്താവളമാണ് ഹാനഡ രാജ്യാന്തര വിമാനത്താവളം, ടോക്കിയോ. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ്. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ബൈക്ക് എക്സ്പ്രസ്. KP ഉദയഭാനു പുരസ്കാരത്തിന് 2024 അർഹനായത് രമേശ് നാരായണനാണ്. സംഗീതജ്ഞൻ രമേശ് നാരായണനാണ് KP ഉദയഭാനു സ്മാരക പുരസ്കാരത്തിന് 2024 അർഹനായത്. പന്തുകളുടെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ വിജയം സ്വന്തമാക്കിയ ടീം ഇന്ത്യയാണ്. പന്തുകളുടെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ വിജയം സ്വന്തമാക്കിയ ടീം ഇന്ത്യയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെയായിരുന്നു. 2024 നാഷണൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിന് വേദിയായത് ന്യൂഡൽഹിയാണ്. 2024 നാഷണൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിന് വേദിയായത് ന്യൂഡൽഹിയാണ്. അടുത്തിടെ അന്തരിച്ച OS ത്യാഗരാജൻ ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? കർണാടക സംഗീതജ്ഞനാണ്. അടുത്തിടെ അന്തരിച്ച OS ത്യാഗരാജൻ. OS ത്യാഗരാജൻ കർണാടക സംഗീതജ്ഞനാണ്. 2024 ജനുവരി 1 ശക്തമായ ഭൂചലനമുണ്ടായ രാജ്യം ജപ്പാനാണ്. 2024 ജനുവരി 1 ശക്തമായ ഭൂചലനമുണ്ടായ രാജ്യം ജപ്പാനാണ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് S ജയശങ്കർ ആണ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് S ജയശങ്കർ ആണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രവർഗക്കാർ മാത്രം അഭിനയിക്കുന്ന സിനിമയാണ് ധബാരി കുരുവി. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രവർഗക്കാർ മാത്രം അഭിനയിച്ച സിനിമയാണ് ധബാരി കുരുവി എന്ന ചിത്രം. ധബാരി കുരുവി എന്ന ചിത്രം സംവിധാനം ചെയ്തത് പ്രിയനന്ദനാണ്. ധബാരി കുരുവി എന്ന ചിത്രം സംവിധാനം ചെയ്തത് പ്രിയനന്ദനാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രവർഗക്കാർ മാത്രം അഭിനയിച്ച സിനിമയാണ് ധബാരി കുരുവി. പെൺകുട്ടികൾക്ക് മാത്രമായുള്ള രാജ്യത്തെ ആദ്യത്തെ സൈനിക സ്കൂൾ നിലവിൽ വന്നത് ഉത്തർപ്രദേശിലെ വൃന്ദാവൻ എന്ന സ്ഥലത്താണ്. പെൺകുട്ടികൾക്ക് മാത്രമായുള്ള രാജ്യത്തെ ആദ്യത്തെ സൈനിക സ്കൂൾ നിലവിൽ വന്നത് ഉത്തർപ്രദേശിലെ വൃന്ദാവൻ എന്ന സ്ഥലത്താണ്. 2024 ജനുവരിയിൽ UK-യിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഹെങ്ക് കൊടുങ്കാറ്റ്. 2024 ജനുവരിയിൽ UK-യിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഹെങ്ക് കൊടുങ്കാറ്റാണ്. 2023 കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 2023 കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. രാജസ്ഥാനിലെ ആദ്യത്തെ സ്നേക്ക് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? കോട്ട എന്ന സ്ഥലത്താണ് രാജസ്ഥാനിലെ ആദ്യത്തെ സ്നേക്ക് പാർക്ക് ആരംഭിച്ചത്. രാജസ്ഥാനിലെ ആദ്യത്തെ സ്നേക്ക് പാർക്ക് ആരംഭിച്ച സ്ഥലമാണ് കോട്ട. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായിട്ട് സമാധാന ഉടമ്പടി ഒപ്പുവെച്ച അസമിലെ സായുധ സംഘടനയാണ് ഉൾഫ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായിട്ട് സമാധാന ഉടമ്പടി ഒപ്പുവെച്ച അസമിലെ സായുധ സംഘടനയാണ് ഉൾഫ. ഉൾഫയുടെ പൂർണ്ണ രൂപം യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം എന്നാണ്. യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം എന്നാണ് ഉൾഫയുടെ പൂർണ്ണ രൂപം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായിട്ട് സമാധാന ഉടമ്പടി ഒപ്പുവെച്ച അസമിലെ സായുധ സംഘടനയാണ് ഉൾഫ. 2024 പ്രൊഫസർ MK സാനു പുരസ്കാര ജേതാവ്
MT വാസുദേവൻ നായരാണ്. 2024 പ്രൊഫസർ MK സാനു പുരസ്കാര ജേതാവ് ശ്രീ MT വാസുദേവൻ നായരാണ്. മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പ്രൊഫസർ MK സാനു ആണ്. മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പ്രൊഫസർ MK സാനു ആണ്. 2023 ഡിസംബറിൽ മന്ത്രിമാർക്ക് ജില്ലകളുടെ രക്ഷാധികാരിയുടെ ചുമതല കൊടുത്ത സംസ്ഥാനമാണ് തെലങ്കാന. 2023 ഡിസംബറിൽ മന്ത്രിമാർക്ക് ജില്ലകളുടെ രക്ഷാധികാരിയുടെ ചുമതല കൊടുത്ത സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. 2024 ജനുവരിയിൽ അന്തരിച്ച മരിയോ സഗല്ലോ ഏത് രാജ്യത്തു നിന്നുള്ള ഫുട്ബോൾ താരമാണ്? ബ്രസീൽ. 2024 ജനുവരിയിൽ അന്തരിച്ച മരിയോ സഗല്ലോ ഏത് രാജ്യത്തു നിന്നുള്ള ഫുട്ബോൾ താരമാണ്? ബ്രസീലിൽ നിന്നുള്ള ഫുട്ബോൾ താരമായിരുന്നു മരിയോ സഗല്ലോ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിർമ്മിച്ച ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ കോർപ്പറേഷനിലെ മഞ്ചപ്പാലത്താണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിർമ്മിച്ച ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മഞ്ചപ്പാലത്താണ്. മഞ്ചപ്പാലം കണ്ണൂർ കോർപ്പറേഷനിലാണ്. ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യമായ ആദിത്യ L1 പേടകം ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് എന്നാണ്? 2024 ജനുവരി 1 ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യമായ ആദിത്യ L1 പേടകം ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത്. ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യമായ ആദിത്യ L1 പേടകം ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6 ആദിത്യ L1 വിക്ഷേപിച്ചതെന്നാണ്? 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6 ആദിത്യ L1 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്നതെന്നാണ്? 2023 സെപ്റ്റംബർ 30 ആദിത്യ L1 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്നത്. ആദിത്യ L1 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്നത് 2023 സെപ്റ്റംബർ 30 ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്താൻ എടുത്ത സമയം എത്രയാണ്? 127 ദിവസമാണ്. 127 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് ആദിത്യ L1 എത്തിച്ചേർന്നത്. ആദിത്യ L1 എത്തിയ ഭ്രമണപഥം ഏതാണ്? ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിലാണ് ആദിത്യ L1 എത്തിയത്. ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിലാണ് ആദിത്യ L1 എത്തിയത്. ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനമായിരുന്നത് PSLV C57 ആണ്. PSLV C57 ആണ് ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം. ആദിത്യ L1 പേടകത്തിന്റെ ഭാരം 1400 കിലോഗ്രാം ആണ്. ആദിത്യ L1 പേടകത്തിന്റെ ഭാരം 1400 കിലോഗ്രാം ആണ്. ആദിത്യ L1 ദൗത്യത്തിന്റെ കാലാവധി എത്രയാണ്? 5 വർഷവും 2 മാസവുമാണ് ആദിത്യ L1 ദൗത്യത്തിന്റെ കാലാവധി. 5 വർഷവും 2 മാസവുമാണ് ആദിത്യ L1 ദൗത്യത്തിന്റെ കാലാവധി. ആദിത്യ L1 പേടകത്തിലുള്ള പേലോഡുകളുടെ എണ്ണം എത്രയാണ്? 7 ആണ്. ആദിത്യ L1 പേടകത്തിലുള്ള പേലോഡുകളുടെ എണ്ണം 7 ആണ്. ഇതിൽ 4 പേലോഡുകൾ സൂര്യനെ നേരിട്ട് വീക്ഷിക്കുകയും ശേഷിക്കുന്ന 3 പേലോഡുകൾ ലഗ്രാഞ്ച് പോയിന്റ് L1ൽ കണികകളുടെയും ഫീൽഡുകളുടെയും പഠനങ്ങൾ നടത്തുകയുമാണ് ചെയ്യുന്നത്. ആദിത്യ L1 പേടകത്തിലുള്ള പേലോഡുകളുടെ എണ്ണം ആകെ 7 ആണ്. ഇതിൽ 4 പേലോഡുകൾ സൂര്യനെ നേരിട്ട് വീക്ഷിക്കുന്നു. ശേഷിക്കുന്ന 3 പേലോഡുകൾ ലഗ്രാഞ്ച് പോയിന്റ് L1ൽ കണികകളുടെയും ഫീൽഡുകളുടെയും പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ആദിത്യ L1ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? നിഗാർ ഷാജിയാണ്. തമിഴ്നാട് സ്വദേശിയായ നിഗാർ ഷാജിയാണ് ആദിത്യ L1ന്റെ പ്രോജക്ട് ഡയറക്ടർ. ആദിത്യ L1ന്റെ മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. ആദിത്യ L1ന്റെ
മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ L1. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. എവിടെ നിന്നുമാണ് വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. ആദിത്യ L1 വിക്ഷേപണത്തിന് ഉപയോഗിച്ച വിക്ഷേപണ വാഹനം PSLV C-57 ആണ്. 5 വർഷവും 2 മാസവുമാണ് ആദിത്യ L1ന്റെ ദൗത്യ കാലാവധി എന്ന് പറയുന്നത്. ആദിത്യ L1 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്നത് 2023 സെപ്റ്റംബർ 30 ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിലുള്ള ഹാലോ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് 2024 ജനുവരി 6 127 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നത്. ആദിത്യ L1 പേടകത്തിലുള്ള ആകെ പേലോഡുകളുടെ എണ്ണം 7 4 പേലോഡുകൾ സൂര്യനെ നേരിട്ട് വീക്ഷിക്കുന്നു. 3 പേലോഡുകൾ ലഗ്രാഞ്ച് പോയിന്റ് L1 കണികകളുടെയും ഫീൽഡുകളുടെയും പഠനങ്ങൾ നടത്തുന്നു. ആദിത്യ L1ന്റെ പ്രോജക്ട് ഡയറക്ടർ തമിഴ്നാട് സ്വദേശിയായ നിഗാർ ഷാജിയാണ്. ആദിത്യ L1ന്റെ മിഷൻ ഡയറക്ടർ മലയാളിയായ SR ബിജു ആണ്. ആദിത്യ L1 പേടകത്തിന്റെ ആകെ ഭാരം 1400 കിലോഗ്രാമാണ്. 2024 നാഷണൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിന് വേദിയായത് ന്യൂഡൽഹിയാണ്. 2024 നാഷണൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിന് വേദിയായത് ന്യൂഡൽഹിയാണ്. 2024 ജനുവരിയിൽ പദവിയിൽ നിന്നൊഴിഞ്ഞ മാർഗരീത്ത സെക്കൻഡ് ഏത് രാജ്യത്തെ രാജ്ഞിയായിരുന്നു? ഡെൻമാർക്ക്. 2024 ജനുവരിയിൽ പദവിയിൽ നിന്നൊഴിഞ്ഞ മാർഗരീത്ത സെക്കൻഡ് ഏത് രാജ്യത്തെ രാജ്ഞിയായിരുന്നു? ഡെൻമാർക്കിലെ രാജ്ഞി. 2024 ജനുവരിയിൽ വിരമിച്ച ദൂരദർശനിലെ ആദ്യത്തെ മലയാളം വനിതാ ന്യൂസ് റീഡർ ആയിരുന്നു ഹേമലത. 2024 ജനുവരിയിൽ വിരമിച്ച ദൂരദർശനിലെ ആദ്യത്തെ മലയാളം വനിതാ ന്യൂസ് റീഡർ ഹേമലതയാണ്. ദൂരദർശനിലെ ആദ്യത്തെ മലയാളം ന്യൂസ് റീഡർ ആയിരുന്നത് GR കണ്ണനാണ്. ദൂരദർശനിലെ ആദ്യത്തെ മലയാളം ന്യൂസ് റീഡർ GR കണ്ണൻ. ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ഹേമലത. PSLV റോക്കറ്റിന്റെ 60ാം വിക്ഷേപണം നടന്നത് 2024 ജനുവരി 1 PSLV റോക്കറ്റിന്റെ 60ാം വിക്ഷേപണം നടന്നത് 2024 ജനുവരി 1 2024 ISROയുടെ ആദ്യത്തെ വിക്ഷേപണ ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റാണ് PSLV C-58. ആദിത്യ L1 വിക്ഷേപണത്തിന് ഉപയോഗിച്ചത് PSLV C-57 ആണ്. 2024 ISROയുടെ ആദ്യത്തെ വിക്ഷേപണ ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് PSLV C-58 ആണ്. PSLVയുടെ 60ാം വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിൽ എത്തിച്ച പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ആണ് എക്സ്പോസാറ്റ്. PSLVയുടെ 60ാം വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിൽ എത്തിച്ച പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ആണ് എക്സ്പോസാറ്റ് അഥവാ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. PSLVയുടെ 60ാം വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിൽ എത്തിച്ച പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമാണ് VSAT. PSLVയുടെ 60ാം വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിൽ എത്തിച്ച പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമാണ് VSAT. VSAT നിർമ്മിച്ചത് ആരാണ്? LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമൺ. തിരുവനന്തപുരത്തെ LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമണിലെ വിദ്യാർത്ഥിനികളാണ് VSAT എന്ന ഉപഗ്രഹം നിർമ്മിച്ചത്. PSLVയുടെ 60ാം വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിൽ എത്തിച്ച പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമാണ് VSAT. VSAT നിർമ്മിച്ചത് തിരുവനന്തപുരം LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമണിലെ വിദ്യാർത്ഥിനികളാണ്. PSLVയുടെ 60ാം വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിൽ എത്തിച്ച പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പോസാറ്റ് ആണ്. എക്സ്പോസാറ്റ് അല്ലെങ്കിൽ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ആണ്. PSLVയുടെ 60ാം വിക്ഷേപണത്തിൽ
ഭ്രമണപഥത്തിലെത്തിച്ച പ്രധാനപ്പെട്ട സാറ്റലൈറ്റ്. തീയതി ഏതാണ്? ജനുവരി 1, 2024. PSLVയുടെ 60ാം വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം 11. PSLVയുടെ 60ാം വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം 11. കഥാകൃത്ത് ടി പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് നളിനകാന്തി. കഥാകൃത്ത് ടി പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് നളിനകാന്തി എന്ന ചിത്രം. നളിനകാന്തി എന്ന ചിത്രം സംവിധാനം ചെയ്തത് സുസ്മേഷ് ചന്ദ്രോത്താണ്. നളിനകാന്തി എന്ന ചിത്രം സംവിധാനം ചെയ്തത് സുസ്മേഷ് ചന്ദ്രോത്താണ്. നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സൽമാൻ റുഷ്ദിയാണ്. നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സൽമാൻ റുഷ്ദിയാണ്. 2022 അദ്ദേഹത്തിനെതിരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് എഴുതിയ ഓർമ്മക്കുറിപ്പാണ് നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകം. 22 വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. 22 വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. കാർഗിൽ എയർ സ്ട്രിപ്പിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ വിമാനം C-130J സൂപ്പർ ഹെർക്കുലീസ് എന്ന വിമാനമാണ്. കാർഗിൽ എയർ സ്ട്രിപ്പിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ വിമാനമാണ് C-130J സൂപ്പർ ഹെർക്കുലീസ്. ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തെലങ്കാന സർക്കാർ ആരംഭിച്ച പരിപാടിയാണ് പ്രജാപാലന പരിപാടി. ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തെലങ്കാന സർക്കാർ ആരംഭിച്ച പരിപാടിയാണ് പ്രജാപാലന പരിപാടി. ചരക്ക് ഗതാഗതത്തിന് വേണ്ടി നമ്മ കാർഗോ എന്ന പേരിൽ ട്രക്ക് സർവീസ് ആരംഭിച്ചത് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ്. ചരക്ക് ഗതാഗതത്തിന് വേണ്ടി നമ്മ കാർഗോ എന്ന പേരിൽ ട്രക്ക് സർവീസ് ആരംഭിച്ചത് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് രാജ്യവ്യാപകമായി അവബോധം സൃഷ്ടിക്കുന്നതിനായി നടത്തുന്ന പദ്ധതിയാണ് വികസിത ഭാരത് സങ്കല്പ് യാത്ര. കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് രാജ്യവ്യാപകമായി അവബോധം സൃഷ്ടിക്കുന്നതിനായി നടത്തുന്ന പദ്ധതിയാണ് വികസിത ഭാരത് സങ്കല്പ് യാത്ര. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ CG ശാന്തകുമാർ പുരസ്കാരത്തിന് 2023 അർഹനായത് ഉല്ലല ബാബുവാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ CG ശാന്തകുമാർ പുരസ്കാരത്തിന് 2023 അർഹനായത് ഉല്ലല ബാബുവാണ്. 2023 NN കക്കാട് സാഹിത്യ പുരസ്കാര ജേതാവാണ് ധ്യാൻ ചന്ദ്. 2023 NN കക്കാട് സാഹിത്യ പുരസ്കാര ജേതാവ് ധ്യാൻ ചന്ദ് ആണ്. അദ്ദേഹത്തിന്റെ പിന്നോട്ട് നടക്കുന്ന ഘടികാരം എന്ന കൃതിക്കാണ് 2023 NN കക്കാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2023 NN കക്കാട് സാഹിത്യ പുരസ്കാര ജേതാവ് ധ്യാൻ ചന്ദ്. അദ്ദേഹത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് പിന്നോട്ട് നടക്കുന്ന ഘടികാരം. ദേശീയ ഗുസ്തി ഫെഡറേഷനുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഖേൽരത്ന പുരസ്കാരം, അർജുന അവാർഡ് എന്നിവ തിരികെ നൽകിയ വനിതാ താരമാണ് വിനേഷ് ഫോഗാട്ട്. ദേശീയ ഗുസ്തി ഫെഡറേഷനുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് അർജുന അവാർഡ്, ഖേൽരത്ന പുരസ്കാരം എന്നിവ തിരികെ നൽകിയ വനിതാ ഗുസ്തി താരമാണ് വിനേഷ് ഫോഗാട്ട്.
2016 വിനേഷ് ഫോഗാട്ടിന് അർജുന അവാർഡ് ലഭിച്ചത്. 2020 വിനേഷ് ഫോഗാട്ടിന് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത്. 2024 ജനുവരിയിൽ അന്തരിച്ച ദേർ കൈസർ എന്ന പേരിൽ അറിയപ്പെടുന്ന ജർമ്മൻ ഫുട്ബോൾ താരമാണ് ഫ്രാൻസ് ബെക്കൻബോയർ. 2024 ജനുവരിയിൽ അന്തരിച്ച ദേർ കൈസർ എന്ന പേരിൽ അറിയപ്പെടുന്ന ജർമ്മൻ ഫുട്ബോൾ താരമാണ് ഫ്രാൻസ് ബെക്കൻബോയർ. ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയാണ് ഓർമ്മത്തോണി. ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയാണ് ഓർമ്മത്തോണി. അന്യസംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ചങ്ങാതി. അന്യസംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാനായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ചങ്ങാതി. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് വീരമണി ദാസ് ആണ്. 2024 ഹരിവരാസന പുരസ്കാര ജേതാവാണ് വീരമണി ദാസ്. 2023 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. 2023 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. 2022 ഹരിവരാസന പുരസ്കാര ജേതാവ് ആലപ്പി രംഗനാഥ് ആണ്. 2022 ഹരിവരാസന പുരസ്കാര ജേതാവ് ആലപ്പി രംഗനാഥ്. 2023 ശ്രീകുമാരൻ തമ്പി. 2024 വീരമണി ദാസ്. ഏഷ്യ കപ്പ് പുരുഷ ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ച ആദ്യത്തെ വനിതയാണ് ജപ്പാനിൽ നിന്നുള്ള യോഷിമി യമാഷിത. ഏഷ്യ കപ്പ് പുരുഷ ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ച ആദ്യത്തെ വനിതയാണ് ജപ്പാൻകാരിയായ യോഷിമി യമാഷിത. സ്വച്ഛ് സർവേക്ഷൺ ക്ലീൻ സിറ്റി പുരസ്കാരത്തിൽ 2023 1,00,000 മുകളിൽ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗത്തിൽ കേരളത്തിൽ ഒന്നാമതെത്തിയ നഗരം ആലപ്പുഴയാണ്. സ്വച്ഛ് സർവേക്ഷൺ ക്ലീൻ സിറ്റി പുരസ്കാരത്തിൽ 2023 1,00,000 മുകളിൽ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും ഒന്നാമതെത്തിയ നഗരം ആലപ്പുഴയാണ്. സ്വച്ഛ് സർവേക്ഷൺ ക്ലീൻ സിറ്റി പുരസ്കാരത്തിൽ 2023 1,00,000 താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും ഒന്നാമതെത്തിയ നഗരം വർക്കല. സ്വച്ഛ് സർവേക്ഷൺ ക്ലീൻ സിറ്റി പുരസ്കാരത്തിൽ 2023 1,00,000 താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും ഒന്നാമതെത്തിയ നഗരം വർക്കലയാണ്. സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ 2023 ഏറ്റവും വൃത്തിയുള്ള ഇന്ത്യൻ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഇൻഡോർ ആണ്. സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ 2023 ഏറ്റവും വൃത്തിയുള്ള ഇന്ത്യൻ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരമാണ് ഇൻഡോർ. സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാരാഷ്ട്രയാണ്. സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാരാഷ്ട്രയാണ്. കേരളത്തിന്റെ സ്ഥാനം 22 ആണ്. 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാര ജേതാവ് ഡോക്ടർ പുനലൂർ സോമരാജനാണ്. 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാര ജേതാവ് ഡോക്ടർ പുനലൂർ സോമരാജനാണ്. ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തന്മുദ്ര. ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തന്മുദ്ര. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ
ഇന്ത്യയുടെ സ്ഥാനം 80 ആണ്. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 80 ആണ്. 2023 83 സ്ഥാനമായിരുന്നു. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 80 ആണ്. 2023 ഇന്ത്യയുടെ സ്ഥാനം 83 ആയിരുന്നു. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം 1-ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ എന്നിവരാണ്. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം 1-ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ എന്നിവരാണ്. ദുർബല ആദിവാസി വിഭാഗത്തെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വനവിഭവങ്ങൾ ശേഖരിച്ച് വിപണനം ചെയ്യുന്നതിനായി PM ജൻമൻ പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കുന്ന കേന്ദ്രങ്ങളാണ് വൻധൻ വികാസ് കേന്ദ്രങ്ങൾ. ദുർബല ആദിവാസി വിഭാഗങ്ങളെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വനവിഭവങ്ങൾ ശേഖരിച്ച് വിപണനം ചെയ്യുന്നതിനായി PM ജൻമൻ പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കുന്ന കേന്ദ്രങ്ങളാണ് വൻധൻ വികാസ് കേന്ദ്രങ്ങൾ. മിലാൻ 24 ബഹുരാഷ്ട്ര നാവിക അഭ്യാസത്തിന് വേദിയായത് വിശാഖപട്ടണമാണ്. മിലാൻ 24 ബഹുരാഷ്ട്ര നാവിക അഭ്യാസത്തിന്റെ വേദി വിശാഖപട്ടണമാണ്. 2024 സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ വേദി ഒഡീഷയാണ്. 2024 സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ വേദി ഒഡീഷയാണ്. 2023 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായത് കേരളമാണ്. 2023 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായത് കേരളമാണ്. 2024 വേദിയായത് ഒഡീഷയാണ്. പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് ജനുവരി 9 ആണ്. പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് ജനുവരി 9 ആണ്. ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത് ജനുവരി 10 ആണ്. ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത് ജനുവരി 10 ആണ്. 2023 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം നേടിയത് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആണ്. 2023 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം നേടിയത് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനമാണ് ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനമാണ് ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ. ഭൂട്ടാന്റെ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയാണ്. ഭൂട്ടാന്റെ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെ. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ജനുവരി 12 ആണ്. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ജനുവരി 12. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് വാഗമൺ ആണ്. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് വാഗമൺ ആണ്. ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റാൽ ആണ്. ഫ്രാൻസിന്റെ നിലവിലെ പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റാൽ ആണ്. ഫ്രാൻസിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിന്റെ നിലവിലെ പ്രസിഡന്റ്. 2024 ജനുവരിയിൽ ISO അംഗീകാരം ലഭിച്ച കേരളത്തിലെ പോലീസ് ബറ്റാലിയൻ ആണ് KAP5. 2024 ജനുവരിയിൽ ISO അംഗീകാരം ലഭിച്ച കേരളത്തിലെ പോലീസ് ബറ്റാലിയൻ ആണ് കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ 5. ധാക്ക അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് പൂവ്. ധാക്ക അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് പൂവ്. പൂവ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് അനീഷ് ബാബു അബ്ബാസും ബിനോയ് ജോർജും ചേർന്നിട്ടാണ്. പൂവ് എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അനീഷ് ബാബു അബ്ബാസും ബിനോയ് ജോർജുമാണ്. ധാക്ക അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് പൂവ്.
അടുത്തിടെ അന്തരിച്ച ഉസ്താദ് റഷീദ് ഖാൻ ഏത് മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണ്? ഹിന്ദുസ്ഥാനി സംഗീതം. അടുത്തിടെ അന്തരിച്ച ഉസ്താദ് റഷീദ് ഖാൻ ഏത് മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണ്? ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 2006 പത്മശ്രീ പുരസ്കാരവും 2022 പത്മഭൂഷൺ പുരസ്കാരവും 2016 സംഗീത നാടക അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അടുത്തിടെ അന്തരിച്ച ഉസ്താദ് റഷീദ് ഖാൻ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ്. രാജ്യത്തെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് 2024 വേദിയായത് തിരുവനന്തപുരമാണ്. രാജ്യത്തെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് 2024 വേദിയായത് തിരുവനന്തപുരമാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻകീഴ് പഞ്ചായത്താണ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻകീഴ് പഞ്ചായത്ത്. ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങിയ ആദ്യത്തെ വിദേശ സർവകലാശാലയാണ് ഓസ്ട്രേലിയൻ സർവകലാശാലയായ ഡീക്കിൻ സർവകലാശാല. ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങിയ ആദ്യത്തെ വിദേശ സർവകലാശാല ഓസ്ട്രേലിയൻ സർവകലാശാലയായ ഡീക്കിൻ സർവകലാശാലയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് ഡീക്കിൻ സർവകലാശാല ക്യാമ്പസ് ആരംഭിച്ചത്. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരം. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയത് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരമാണ്. 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവായിരുന്നത് അംബികാസുധൻ മാങ്ങാടാണ്. അദ്ദേഹത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് പ്രാണവായു. അംബികാസുധൻ മാങ്ങാടിനെ 2022 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് പ്രാണവായു. 2021 ഓടക്കുഴൽ പുരസ്കാര ജേതാവായിരുന്നത് സാറ ജോസഫ് ആണ്. സാറ ജോസഫിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയായിരുന്നു ബുധിനി എന്ന കൃതി. 2021 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് സാറ ജോസഫ്, കൃതി ബുധിനി. 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മാങ്ങാട്, കൃതി പ്രാണവായു. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ, കൃതി കവിത മാംസഭോജിയാണ്. കുണ്ടറ വിളംബരത്തിന്റെ എത്രാം വാർഷികമാണ് 2024 ആചരിച്ചത്? 215 വാർഷികം. കുണ്ടറ വിളംബരത്തിന്റെ 215 വാർഷികമാണ് 2024 ജനുവരി 11 ആഘോഷിച്ചത്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാരാണ്? വേലുത്തമ്പി ദളവയാണ്. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. കുണ്ടറ വിളംബരത്തിന്റെ 215 വാർഷികമായിരുന്നു 2024 ആചരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം നിലവിൽ വന്നത് വാരണാസിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം നിലവിൽ വന്നത് വാരണാസിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമാണ് സ്വർവേദ് മഹാമന്ദിർ. വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന സ്വർവേദ് മഹാമന്ദിർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം. ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദ സഞ്ചാര കേന്ദ്രമായി ട്രിപ്പ് അഡ്വൈസർ എന്ന ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തത് ദുബായിയെയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ തിരഞ്ഞെടുത്തത് ദുബായിയെയാണ്. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു 2023. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും ചൂടേറിയ വർഷം 2023 ആണ്.
മത്സ്യഫെഡിന്റെ കേരളത്തിലെ ആദ്യത്തെ കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്നത് ആഴക്കുളമാണ്. മത്സ്യഫെഡിന്റെ കേരളത്തിലെ ആദ്യത്തെ കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്നത് ആഴക്കുളം, വിഴിഞ്ഞം. ഇറച്ചിക്കായി പട്ടികളെ വളർത്തുന്നതും കശാപ്പ് ചെയ്യുന്നതും വിൽക്കുന്നതും നിരോധിച്ച് നിയമം പാസാക്കിയ രാജ്യം ദക്ഷിണ കൊറിയയാണ്. ഇറച്ചിക്കായി പട്ടികളെ വളർത്തുന്നതും കശാപ്പ് ചെയ്യുന്നതും വിൽക്കുന്നതും നിരോധിച്ച് നിയമം പാസാക്കിയ രാജ്യം ദക്ഷിണ കൊറിയയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഒന്നാമത്തെ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനയുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള ഒന്നാമത്തെ രാജ്യം അമേരിക്ക, രണ്ടാമത്തെ രാജ്യം ഇന്ത്യ, മൂന്നാമത്തെ രാജ്യം ചൈന. കേരള ശുചിത്വ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ് ആണ്. കേരള ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ്. 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് മേഖലയിൽ പ്രശസ്തയാണ്? കഥകളി കലാകാരിയാണ്. 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് മേഖലയിൽ പ്രശസ്തയായ വ്യക്തിയാണ്? കഥകളി. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ പഞ്ചായത്താണ് കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്ത്. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാനായി റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ പഞ്ചായത്താണ് കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്ത്. 2024 ജനുവരിയിൽ ഏത് രാജ്യത്തു നിന്നും ഇറക്കുമതി ചെയ്ത 3 ഉൽപ്പന്നങ്ങൾക്കാണ് ആന്റി ഡംപിംഗ് തീരുവ ചുമത്തിയത്? ചൈനയിൽ നിന്നും. 2024 ജനുവരിയിൽ ഏത് രാജ്യത്തു നിന്നും ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾക്കാണ് ഇന്ത്യ ആന്റി ഡംപിംഗ് തീരുവ ചുമത്തിയത്? ചൈനയിൽ നിന്നും. അമിത ഇറക്കുമതി തടയുന്നതിനാണ് ആന്റി ഡംപിംഗ് തീരുവ ചുമത്തുന്നത്. 2024 ജനുവരിയിൽ ഏത് രാജ്യത്തു നിന്നും ഇറക്കുമതി ചെയ്ത 3 ഉൽപ്പന്നങ്ങൾക്കാണ് ഇന്ത്യ ആന്റി ഡംപിംഗ് തീരുവ ചുമത്തിയത്? ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക്. 16ാമത് ബഷീർ പുരസ്കാര ജേതാവ് E. സന്തോഷ് കുമാർ ആണ്. 16ാമത് ബഷീർ പുരസ്കാര ജേതാവ് E. സന്തോഷ് കുമാർ ആണ്. അദ്ദേഹത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരം. നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് 16ാമത് ബഷീർ പുരസ്കാരം E. സന്തോഷ് കുമാറിന് ലഭിച്ചത്. 15ാമത് ബഷീർ പുരസ്കാര ജേതാവ് ശ്രീ M. മുകുന്ദനാണ്. 15ാമത് ബഷീർ പുരസ്കാര ജേതാവ് M. മുകുന്ദനാണ്. തന്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായ രീതിയിൽ താമസിക്കുന്നതിന് പാർപ്പിടം നൽകുന്ന പദ്ധതിയുടെ പേരാണ് തന്റെ ഇടം പദ്ധതി. തന്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിന് പാർപ്പിടം നൽകുന്ന പദ്ധതിയുടെ പേരാണ് തന്റെ ഇടം പദ്ധതി. കേരള വനിതാ ശിശു വികസന വകുപ്പും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും സഹകരിച്ചിട്ടാണ് തന്റെ ഇടം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 2021 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് PR കുമാരകേരളവർമ്മയാണ്. സംസ്ഥാന സർക്കാരിന്റെ 2021 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് PR കുമാരകേരളവർമ്മയാണ്. 2020 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് ശ്രീ K. ഓമനക്കുട്ടിയായിരുന്നു. 2020 സ്വാതി സംഗീത പുരസ്കാര ജേതാവായിരുന്നത് K. ഓമനക്കുട്ടിയാണെങ്കിൽ 2021 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് PR കുമാരകേരളവർമ്മയാണ്. 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ വേദി ഗാന്ധിനഗറാണ്.
10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ വേദി ഗാന്ധിനഗർ. ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ്. ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ്. കേരള മോട്ടോർ വാഹന വകുപ്പാണ് പരിശോധന നടത്തുന്നത്. ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ്. 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹെയ്മർ എന്ന ചിത്രമാണ്. 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഓപ്പൺഹെയ്മർ ആണ്. ഓപ്പൺഹെയ്മർ എന്ന ചിത്രം സംവിധാനം ചെയ്തതാരാണ്? ക്രിസ്റ്റഫർ നോളനാണ്. 2024 നൽകിയത് 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ, ഡ്രാമ വിഭാഗത്തിലെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റഫർ നോളനാണ്. ചിത്രം ഓപ്പൺഹെയ്മർ എന്ന ചിത്രമാണ്. ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടനായി 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫിയാണ്. ചിത്രം ഏതാണ്? ഓപ്പൺഹെയ്മർ. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടനാണ് കിലിയൻ മർഫി. ചിത്രം ഓപ്പൺഹെയ്മർ. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണ്. ചിത്രം ഏതാണ്? കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ലില്ലി ഗ്ലാഡ്സ്റ്റോണിന് 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഗോത്രവർഗക്കാരിയാണ് ലില്ലി ഗ്ലാഡ്സ്റ്റോൺ. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ ഡ്രാമ വിഭാഗത്തിലെ മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോബർട്ട് ബ്രൗണി ജൂനിയർ ആണ്. ചിത്രം ഏതാണ്? ഓപ്പൺഹെയ്മർ ആണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ ഡ്രാമ വിഭാഗത്തിലെ മികച്ച സഹനടൻ റോബർട്ട് ബ്രൗണി ജൂനിയർ ആണ്. ചിത്രം ഓപ്പൺഹെയ്മർ ആണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡാവിൻ ജോയ് റാൻഡോൾഫ് ആണ്. ചിത്രം ഏതാണ്? ദി ഹോൾഡ് ഓവേഴ്സ്. ദി ഹോൾഡ് ഓവേഴ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഡാവിൻ ജോയ് റാൻഡോൾഫിനാണ് 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ ഡ്രാമ വിഭാഗത്തിലെ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പുവർ തിങ്സ് എന്ന സിനിമയാണ്. പുവർ തിങ്സ് എന്ന ചിത്രം സംവിധാനം ചെയ്തതാരാണ്? യോർഗോസ് ലാന്തിമോസ് ആണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച സിനിമയായത് പുവർ തിങ്സ് എന്ന ചിത്രമാണ്. പുവർ തിങ്സ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് യോർഗോസ് ലാന്തിമോസ് ആണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പോൾ ജിയോമാറ്റി ആണ്. ചിത്രം ദി ഹോൾഡ് ഓവേഴ്സ്. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പോൾ ജിയോമാറ്റി ആണ്. ചിത്രം ദി ഹോൾഡ് ഓവേഴ്സ്. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എമ്മ സ്റ്റോൺ ആണ്. ചിത്രം പുവർ തിങ്സ്. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച നടി എമ്മ സ്റ്റോൺ. ചിത്രം പുവർ തിങ്സ്. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംഗീതമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലുഡിങ് ഗൊറാൻസന്റെ സംഗീതമാണ്. ചിത്രം ഏതാണ്? ഓപ്പൺഹെയ്മർ ആണ്. 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംഗീത സംവിധാനത്തിനുള്ള
പുരസ്കാരം ലഭിച്ചത് ലുഡിങ് ഗൊറാൻസൺ ആണ്. ചിത്രം ഓപ്പൺഹൈമർ. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ഒറിജിനൽ സോങ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ബാർബി എന്ന ചിത്രത്തിലെ സോങ് ആയ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ എന്ന ഗാനത്തിനാണ്. 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ഒറിജിനൽ സോങ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ബാർബി എന്ന ചിത്രത്തിലെ ഗാനമായ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ എന്ന സോങ് ആണ് മികച്ച ഒറിജിനൽ സോങ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച അന്യഭാഷാ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രഞ്ച് സിനിമയായ അനാറ്റമി ഓഫ് എ ഫോൾ എന്ന ചിത്രമാണ്. 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ മികച്ച അന്യഭാഷാ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനാറ്റമി ഓഫ് എ ഫോൾ. 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ മികച്ച അനിമേഷൻ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദി ബോയ് ആൻഡ് ഹീറോയിൻ എന്ന ചിത്രമാണ്. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ മികച്ച അനിമേഷൻ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദി ബോയ് ആൻഡ് ഹീറോയിൻ എന്ന ചിത്രമാണ്. കാലാവസ്ഥാ പ്രവചനം പഞ്ചായത്ത് തലത്തിൽ നടത്തുന്നതിനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വികസിപ്പിച്ച സംവിധാനമാണ് പഞ്ചായത്ത് മോസം സേവ. കാലാവസ്ഥാ പ്രവചനം പഞ്ചായത്ത് തലത്തിൽ നടത്തുന്നതിനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വികസിപ്പിച്ച സംവിധാനമാണ് പഞ്ചായത്ത് മോസം സേവ. സൈബർ തട്ടിപ്പുകൾക്ക് എതിരെയുള്ള ബോധവൽക്കരണത്തിന് സൈബർ വോളണ്ടിയർമാരെ നിയമിക്കുന്ന സംസ്ഥാനം കേരളമാണ്. സൈബർ തട്ടിപ്പുകൾക്ക് എതിരെയുള്ള ബോധവൽക്കരണത്തിന് സൈബർ വോളണ്ടിയർമാരെ നിയമിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കാലാവസ്ഥാ ഉച്ചകോടിയായ COP29 വേദിയായത് അസർബൈജാനിലെ ബാക്കുവാണ്. കാലാവസ്ഥാ ഉച്ചകോടിയായ COP29 വേദിയായത് അസർബൈജാനിലെ ബാക്കുവാണ്. കാലാവസ്ഥാ ഉച്ചകോടിയായ COP29 അധ്യക്ഷനായത് മുക്താർ ബാബയേവ് ആണ്. COP29 അധ്യക്ഷനായത് അസർബൈജാന്റെ പരിസ്ഥിതി പ്രകൃതി വകുപ്പ് മന്ത്രിയായ മുക്താർ ബാബയേവ് ആണ്. കാലാവസ്ഥാ ഉച്ചകോടിയായ COP28 വേദിയായത് UAE ആണ്. കാലാവസ്ഥാ ഉച്ചകോടിയായ COP28 വേദിയായത് UAE ആണ്. COP28 അധ്യക്ഷത വഹിച്ചത് സുൽത്താൻ അൽ ജാബർ ആണ്. COP28 അധ്യക്ഷത വഹിച്ചത് സുൽത്താൻ അൽ ജാബർ ആണ്. കാലാവസ്ഥാ ഉച്ചകോടിയായ COP30 വേദി ഏതാണ്? ബ്രസീലിലെ ബെലേം എന്ന സ്ഥലമാണ്. കാലാവസ്ഥാ ഉച്ചകോടിയായ COP30 വേദി ബ്രസീലിലെ ബെലേം ആണ്. 2023-24 വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7.3%. 2023-24 വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7.3%. 2024 സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് തൃശ്ശൂരാണ്. 2024 സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് തൃശ്ശൂരാണ്. കേരള സാഹിത്യ അക്കാദമിയാണ് സാർവദേശീയ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. നിലവിൽ ആരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ? ശ്രീ K. സച്ചിദാനന്ദനാണ്. ലോക വ്യാപാര സംഘടനയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ സെന്തിൽ പാണ്ഡ്യനാണ്. ലോക വ്യാപാര സംഘടനയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ സെന്തിൽ പാണ്ഡ്യനാണ്. വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന കൃതിയുടെ രചയിതാവ് ശശി തരൂറാണ്. വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന കൃതിയുടെ രചയിതാവ് ശശി തരൂർ. 2024 ജനുവരിയിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച കപ്പലാണ് MV ലില നോർഫോക്ക്. 2024 ജനുവരിയിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച കപ്പലാണ് MV ലില നോർഫോക്ക്. ഈ കപ്പൽ മോചിപ്പിക്കാനായി നടത്തിയ രക്ഷാദൗത്യം നടത്തിയ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ്. കപ്പൽ മോചിപ്പിക്കാനുള്ള രക്ഷാദൗത്യം നടത്തിയത് മാർക്കോസ് എന്ന കമാൻഡോ വിഭാഗമാണ്. ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ്.
രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത നാവികസേനയുടെ പടക്കപ്പലാണ് INS ചെന്നൈ. രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത നാവികസേനയുടെ പടക്കപ്പലാണ് INS ചെന്നൈ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ CEO രഘുറാം അയ്യറാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ CEO രഘുറാം അയ്യറാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് PT ഉഷയാണ്. നിലവിലെ CEO രഘുറാം അയ്യറും നിലവിലെ പ്രസിഡന്റ് PT ഉഷയുമാണ്. ദുരന്തമുഖങ്ങളിൽ അകപ്പെട്ട ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിന് രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷ പരിശീലനം നൽകാൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രാപ്യം. ദുരന്തമുഖങ്ങളിൽ അകപ്പെട്ട ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിന് വേണ്ടി രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷ പരിശീലനം നൽകാൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് പ്രാപ്യം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതു ഉദ്ഘാടനം നിർവഹിച്ചതാരാണ്? നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതു ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദിയാണ്. അമേരിക്കൻ മോട്ടോർ സൈക്ലിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് M. സായി ദീപാണ്. അമേരിക്കൻ മോട്ടോർ സൈക്ലിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് M. സായി ദീപാണ്. അദ്ദേഹം ഹൈദരാബാദ് സ്വദേശിയാണ്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ 2023 വേദിയായത് ഐവറി കോസ്റ്റ് ആണ്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ 2023 വേദിയായത് ഐവറി കോസ്റ്റ് ആണ്. കേരള നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായി 2024 ജനുവരിയിൽ നിയമസഭാ സ്പീക്കർ നാമനിർദ്ദേശം ചെയ്ത MLA ആന്റണി രാജുവാണ്. കേരള നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായി 2024 ജനുവരിയിൽ നിയമസഭാ സ്പീക്കർ നാമനിർദ്ദേശം ചെയ്ത MLA ആന്റണി രാജു. അടുത്തിടെ അന്തരിച്ച ഡോക്ടർ പ്രഭ അത്രേ ഏത് മേഖലയിലാണ് പ്രശസ്ത? ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായിരുന്നു. അടുത്തിടെ അന്തരിച്ച ഡോക്ടർ പ്രഭ അത്രേ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായിരുന്നു. രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹയായത് സാറ ജോസഫ് ആണ്. രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹയായത് സാറ ജോസഫ് ആണ്. നോവൽ ഏതാണ്? കറ എന്ന നോവലിനാണ് സാറ ജോസഫിന് പുരസ്കാരം ലഭിച്ചത്. ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത ആരുടെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ്? ബൃന്ദ കാരാട്ടിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത. വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ് അവരുടെ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്ന കർണാടകയിലെ സ്ഥലമാണ് ദേവനഹള്ളി. വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ് അവരുടെ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് കർണാടകയിലെ ദേവനഹള്ളിയിലാണ്. ദേശീയ കരസേനാ ദിനമായി ആചരിക്കുന്നത് ജനുവരി 15 ആണ്. ദേശീയ കരസേനാ ദിനമായി ആചരിക്കുന്നത് ജനുവരി 15 ആണ്. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അംഗമായി നിയമിതയായത് ഡോക്ടർ ബി സന്ധ്യയാണ്. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അംഗമായി നിയമിതയായത് ബി സന്ധ്യയാണ്. മുൻ DGP ആണ് ബി സന്ധ്യ. ഫെർട്ടിലൈസിംഗ് ദി ഫ്യൂച്ചർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ്. ഫെർട്ടിലൈസിംഗ് ദി ഫ്യൂച്ചർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മൻസുഖ് മാണ്ഡവ്യ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാം ഉച്ചകോടിയുടെ വേദി ഉഗാണ്ടയിലെ കമ്പാലയാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാം ഉച്ചകോടിയുടെ വേദി ഉഗാണ്ടയിലെ കമ്പാലയാണ്.
ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാം ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ ആണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാം ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് എസ് ജയശങ്കർ. അടുത്തിടെ അന്തരിച്ച മുനവർ റാണ ഏത് ഭാഷയിലെ കവിയാണ്? ഉറുദു ഭാഷയിലെ കവി. അടുത്തിടെ അന്തരിച്ച മുനവർ റാണ ഏത് ഭാഷയിലെ കവിയാണ്? ഉറുദു ഭാഷയിലെ. കേരള സാഹിത്യവേദിയുടെ 2023 തകഴി സാഹിത്യ പുരസ്കാരത്തിൽ നോവൽ വിഭാഗത്തിൽ നിന്നും പുരസ്കാരം ലഭിച്ചത് ആർ അരുൺ എന്ന വ്യക്തിക്കാണ്. അദ്ദേഹത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ നോവലാണ് ഇശാംബരം. കേരള സാഹിത്യവേദിയുടെ 2023 തകഴി സാഹിത്യ പുരസ്കാരത്തിൽ മികച്ച നോവൽ വിഭാഗത്തിൽ നിന്നും പുരസ്കാരം ലഭിച്ചത് ആർ അരുൺ, നോവൽ ഇശാംബരം. ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് VMA ലത്തീഫിനാണ്. ചെറുകഥ മൂലേപ്പാടത്ത് പറമ്പ് ഒരു ജാലക കാഴ്ച. കേരള സാഹിത്യവേദിയുടെ 2023 തകഴി സാഹിത്യ പുരസ്കാരത്തിൽ മികച്ച ചെറുകഥയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൂലേപ്പാടത്ത് പറമ്പ് ഒരു ജാലക കാഴ്ച എന്ന ചെറുകഥയാണ്. രചിച്ചത് VMA ലത്തീഫാണ്. കേരള സാഹിത്യവേദിയുടെ 2023 തകഴി സാഹിത്യ പുരസ്കാരത്തിലെ മികച്ച കവിതയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ആളൊഴിഞ്ഞ വീട് പറയുന്നത്. രചിച്ചിരിക്കുന്നത് ശ്രീദേവി കെ ലാൽ ആണ്. കേരള സാഹിത്യവേദിയുടെ 2023 തകഴി സാഹിത്യ പുരസ്കാരത്തിൽ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർ അരുണിനാണ്, നോവൽ ഇശാംബരം. ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് VMA ലത്തീഫിന്, ചെറുകഥ മൂലേപ്പാടത്ത് പറമ്പ് ഒരു ജാലക കാഴ്ച. കവിതാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ശ്രീദേവി കെ ലാലിന്, കവിത ഒരു ആളൊഴിഞ്ഞ വീട് പറയുന്നത്. 54ാം ലോക സാമ്പത്തിക ഫോറത്തിന് വേദിയായത് സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ്. 54ാം ലോക സാമ്പത്തിക ഫോറത്തിന് വേദിയായത് സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. മന്നത്ത് പത്മനാഭനെ കുറിച്ച് ഇംഗ്ലീഷിൽ പുറത്തിറക്കിയ ഗവേഷണ ഗ്രന്ഥമാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിംഗ് ബിയോണ്ട് ദി ഏജസ്. NSS ആണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയിരിക്കുന്നത്. മന്നത്ത് പത്മനാഭനെ കുറിച്ച് ഇംഗ്ലീഷിൽ പുറത്തിറക്കിയ ഗവേഷണ ഗ്രന്ഥമാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിംഗ് ബിയോണ്ട് ദി ഏജസ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ നിയമിക്കുന്ന ആദ്യത്തെ നിഷ്പക്ഷ വനിതാ അമ്പയർ ആണ് സൂ റെഡ്ഫേൺ, ഇംഗ്ലണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ നിയമിക്കുന്ന ആദ്യത്തെ നിഷ്പക്ഷ വനിതാ അമ്പയർ ആണ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള സൂ റെഡ്ഫേൺ. അതായത് വനിതാ ക്രിക്കറ്റ് പരമ്പരകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്ന ടീമുകളുടെ രാജ്യക്കാരല്ലാത്ത മറ്റൊരു അമ്പയറിനെ ഉപയോഗിച്ച് മത്സരം നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരമാണ് നിഷ്പക്ഷ അമ്പയർ എന്ന് പറയുന്ന പരിഷ്കാരം. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ നിയമിക്കുന്ന ആദ്യത്തെ നിഷ്പക്ഷ വനിതാ അമ്പയർ ആയിരുന്നത് ഇംഗ്ലണ്ടിന്റെ സൂ റെഡ്ഫേൺ ആണ്. ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടന്ന വനിതാ T20 മത്സരത്തിനാണ് ആദ്യത്തെ നിഷ്പക്ഷ വനിതാ അമ്പയറെ നിയമിച്ചത്. സാധാരണ രീതിയിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുമ്പോൾ ആതിഥേയ രാജ്യത്തെ അമ്പയർമാരായിരുന്നു മത്സരം നിയന്ത്രിച്ചിരുന്നത്. 2024 ജനുവരിയിൽ മൗറീഷ്യസിൽ വീശിയ ചുഴലിക്കാറ്റാണ് ബെലാൽ ചുഴലിക്കാറ്റ്. 2024 ജനുവരിയിൽ മൗറീഷ്യസിൽ വീശിയ ചുഴലിക്കാറ്റാണ് ബെലാൽ ചുഴലിക്കാറ്റ്. ഏഷ്യൻ വിന്റർ ഗെയിംസിന് 2025 വേദിയാകുന്നത് ചൈനയാണ്. ഏഷ്യൻ വിന്റർ ഗെയിംസിന് 2025 വേദിയാകുന്നത് ചൈനയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥാപിതമായത് കൊച്ചി കപ്പൽ നിർമ്മാണ ശാലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥാപിതമായത് കൊച്ചി കപ്പൽ നിർമ്മാണ ശാലയിലാണ്. കപ്പലുകളുടെയും ബോട്ടുകളുടെയും വെള്ളത്തിനടിയിലുള്ള ഭാഗങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി
കരയിലേക്ക് കയറ്റി വയ്ക്കാനുള്ള സംവിധാനമാണ് ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥാപിതമായത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാർ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ 2024 ജനുവരിയിൽ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയ്. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയ്. ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. ഒരേ സമയം സൂര്യപ്രകാശത്തിൽ നിന്നും കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണിത്. ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. സ്വയം തൊഴിൽ വായ്പയ്ക്ക് ഈട് നൽകാൻ ഭൂമിയോ മറ്റു വസ്തുവകകളോ ഇല്ലാത്ത ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസം പദ്ധതി. സ്വയം തൊഴിൽ വായ്പയ്ക്ക് ഈട് നൽകാൻ ഭൂമിയോ മറ്റു വസ്തുവകകളോ ഇല്ലാത്ത ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസം പദ്ധതി. സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. ഇസ്രയേൽ ഗാസയിൽ നടത്തിവരുന്ന വംശഹത്യ ചൂണ്ടിക്കാട്ടിയാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ കേസ് നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? നെതർലാൻഡിലെ ഹേഗ് ആണ്. 2022 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് സുരേന്ദ്രൻ നായരാണ്. 2022 രാജാ രവിവർമ്മ പുരസ്കാര ജേതാവ് സുരേന്ദ്രൻ നായരാണ്. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് രാജാ രവിവർമ്മ പുരസ്കാരം. 2022 പുരസ്കാരത്തിന് അർഹനായത് സുരേന്ദ്രൻ നായരാണ്. കുമാരനാശാന്റെ 100ാം ചരമവാർഷികം ആചരിച്ചത് 2024 ജനുവരി 16-നാണ്. കുമാരനാശാന്റെ 100ാം ചരമവാർഷികം 2024 ജനുവരി 16. ക്യാൻസർ ചികിത്സയ്ക്കുള്ള കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിതമായത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലാണ്. ക്യാൻസർ ചികിത്സയ്ക്കുള്ള കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിതമായത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലാണ്. ദേശീയ സ്റ്റാർട്ടപ്പ് രംഗത്തെ 2022 ബെസ്റ്റ് പെർഫോമർ ബഹുമതി ലഭിച്ച സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്, കർണാടക, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത് എന്നിവരാണ്. ദേശീയ സ്റ്റാർട്ടപ്പ് രംഗത്തെ 2022 ബെസ്റ്റ് പെർഫോമർ ബഹുമതി ലഭിച്ച സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്, കർണാടക, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത് എന്നിവയാണ്. (2023) ഫിഫ ദി ബെസ്റ്റ് അവാർഡ്സിൽ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ്. 2023 ഫിഫ ദി ബെസ്റ്റ് അവാർഡ്സിൽ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ്. ഇത് 3ാം തവണയാണ് ലയണൽ മെസ്സിയെ മികച്ച പുരുഷ താരമായി ഫിഫ ദി ബെസ്റ്റ് അവാർഡ്സിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2023 ഫിഫ ദി ബെസ്റ്റ് അവാർഡ്സിൽ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്പെയിന്റെ എയ്റ്റാന ബോൺമാറ്റിയാണ്. 2023 ഫിഫ ദി ബെസ്റ്റ് അവാർഡ്സിൽ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എയ്റ്റാന ബോൺമാറ്റിയാണ്. എയ്റ്റാന ബോൺമാറ്റി ഏതാണ് രാജ്യം? സ്പെയിനാണ്. 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിൽ മികച്ച പുരുഷ ടീം കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ചായ പെപ് ഗാർഡിയോളയാണ്. 2023 ഫിഫ ദി ബെസ്റ്റ് അവാർഡ്സിൽ
മികച്ച പുരുഷ ടീം കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെപ് ഗാർഡിയോളയാണ്. മികച്ച വനിതാ ടീം കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലണ്ടിന്റെ കോച്ചായ സെറീന വെഗ്മാൻ ആണ്. മികച്ച വനിതാ ടീം കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലണ്ടിന്റെ കോച്ചായ സെറീന വെഗ്മാൻ ആണ്. 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിൽ മികച്ച പുരുഷ ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടത് എഡേഴ്സൺ ആണ്. ബ്രസീൽ ടീമിന്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും ഗോൾ കീപ്പറായ എഡേഴ്സണെയാണ് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം 2023 മികച്ച പുരുഷ ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിലെ മികച്ച പുരുഷ ഗോൾ കീപ്പർ ബ്രസീലിന്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും ഗോൾ കീപ്പറായ എഡേഴ്സൺ ആണ്. 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിലെ മികച്ച വനിതാ ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലണ്ടിന്റെ മേരി എർബ്സ് ആണ്. മികച്ച വനിതാ ഗോൾ കീപ്പർ ഇംഗ്ലണ്ടിന്റെ മേരി എർബ്സ് ആണ്. 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിൽ മികച്ച ഗോളിനുള്ള പുസ്കാസ് പുരസ്കാരം നേടിയത് ബ്രസീലിന്റെ ഗില്ലർമേ മദ്രുഗയാണ്. 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിൽ മികച്ച ഗോളിനുള്ള പുസ്കാസ് പുരസ്കാരത്തിന് അർഹനായത് ബ്രസീലിന്റെ ഗില്ലർമേ മദ്രുഗയാണ്. 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിൽ ഫെയർ പ്ലേ അവാർഡ് നേടിയ ടീം ബ്രസീൽ പുരുഷ ഫുട്ബോൾ ടീമാണ്. 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിൽ ഫെയർ പ്ലേ അവാർഡ് നേടിയ ടീം ഏതാണ്? ബ്രസീൽ പുരുഷ ഫുട്ബോൾ ടീമാണ്. സ്ഥലനാമങ്ങൾ, പിൻകോഡ് എന്നിവ നൽകുന്നതിലൂടെ ആ പ്രദേശത്തെ കാലാവസ്ഥ അറിയുന്നതിനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ സംവിധാനമാണ് മൗസംഗ്രാം. സ്ഥലനാമങ്ങൾ, പിൻകോഡ് എന്നിവ നൽകുന്നതിലൂടെ ആ പ്രദേശത്തെ കാലാവസ്ഥ അറിയുന്നതിനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ സംവിധാനമാണ് മൗസംഗ്രാം. 2024 ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമതായത് ആർ പ്രജ്ഞാനന്ദയാണ്. 2024 ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമതെത്തിയത് ആർ പ്രജ്ഞാനന്ദയാണ്. അസം സംസ്ഥാനത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ അസം വൈഭവ് പുരസ്കാരത്തിന് 2024 അർഹനായത് രഞ്ജൻ ഗൊഗോയി ആണ്. അസം സംസ്ഥാനത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ അസം വൈഭവ് പുരസ്കാരത്തിന് 2024 അർഹനായത് രഞ്ജൻ ഗൊഗോയി. 2024 പത്മ പുരസ്കാരങ്ങളിൽ പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയും ഒ രാജഗോപാലുമാണ്. 2024 പത്മ പുരസ്കാരങ്ങളിൽ പത്മഭൂഷൺ പുരസ്കാരം 2 മലയാളികൾക്കാണ് ലഭിച്ചത്. മരണാനന്തര ബഹുമതിയായി ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്കും ഒ രാജഗോപാലിനുമാണ് 2024 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ. 2024 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ കഥകളി ആചാര്യനായ സദനം ബാലകൃഷ്ണൻ, നെൽ കർഷകനായ സത്യനാരായണൻ ബളേരി, തെയ്യം കലാകാരനായ ഇ പി നാരായണൻ, ആധ്യാത്മിക ആചാര്യനായ മുനി നാരായണ പ്രസാദ്, എഴുത്തുകാരിയായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി, എഴുത്തുകാരനായ ചിത്രൻ നമ്പൂതിരിപ്പാട് എന്നിവർക്കാണ് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ. ഇതിൽ ചിത്രൻ നമ്പൂതിരിപ്പാടിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് സദനം ബാലകൃഷ്ണൻ, അദ്ദേഹം കഥകളി ആചാര്യനാണ്, നെൽ കർഷകനായ സത്യനാരായണൻ ബളേരി, തെയ്യം കലാകാരനായ ഇ പി നാരായണൻ, ആധ്യാത്മിക ആചാര്യനായ മുനി നാരായണ പ്രസാദ്, എഴുത്തുകാരിയായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി, എഴുത്തുകാരനായ ചിത്രൻ നമ്പൂതിരിപ്പാട് എന്നിവർക്കാണ് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ.
2024 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയവർ: കലാവിഭാഗത്തിൽ നിന്നും വൈജയന്തിമാല ബാലി. മലയാളികൾക്ക് 2024 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടില്ല. പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ 2024 ആരൊക്കെയാണ്? വൈജയന്തിമാല ബാലി, ചിരഞ്ജീവി, വെങ്കയ്യ നായിഡു, പത്മ സുബ്രഹ്മണ്യം, ബിന്ദ്വേശ്വർ പഥക് എന്നിവർക്കാണ് 2024 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ പാർവതി ബറുവയാണ്. ആസാമിൽ നിന്നുള്ള പാർവതി ബറുവയാണ് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ്. അസമിൽ നിന്നുള്ള പാർവതി ബറുവ. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ്. അസമിൽ നിന്നുള്ള പാർവതി ബറുവ. 2024 പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായ കായിക താരങ്ങൾ ആരൊക്കെയാണ്? ടെന്നീസിൽ നിന്നും രോഹൻ ബൊപ്പണ്ണ, സ്ക്വാഷ് താരം ജോഷ്ന ചിന്നപ്പ, മല്ലഖാമ്പ് പരിശീലകൻ ഉദയ് വിശ്വനാഥ് ദേശ്പാണ്ഡെ, പാരാ ബാഡ്മിന്റൺ കോച്ച് ഗൗരവ് ഖന്ന, പാരാ നീന്തൽ താരം സത്യേന്ദ്ര സിംഗ് ലോഹ്യ, അമ്പെയ്ത്ത് താരം പൂർണിമ മഹാതോ, ഹോക്കി താരം ഹർബീന്ദർ സിംഗ് എന്നിവർക്കാണ് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച കായിക താരങ്ങൾ. രോഹൻ ബൊപ്പണ്ണ ടെന്നീസ് താരം, ജോഷ്ന ചിന്നപ്പ സ്ക്വാഷ് താരം, മല്ലഖാമ്പ് പരിശീലകൻ ഉദയ് വിശ്വനാഥ് ദേശ്പാണ്ഡെ, പാരാ ബാഡ്മിന്റൺ കോച്ച് സൗരവ് ഖന്ന, പാരാ നീന്തൽ താരം സതേന്ദ്ര സിംഗ് ലോഹ്യ, അമ്പെയ്ത്ത് താരം പൂർണിമ മഹാതോ, ഹോക്കി താരം ഹർബീന്ദർ സിംഗ് എന്നിവർക്കാണ് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച കായിക താരങ്ങൾ. 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കൾ റയൽ മാഡ്രിഡ് ആണ്. ബാഴ്സലോണയെയാണ് റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കൾ റയൽ മാഡ്രിഡ് ആണ്. റണ്ണേഴ്സ് അപ്പ് ബാഴ്സലോണയാണ്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് ജനുവരി 16. ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായിരുന്നത് ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായിരുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ്. 75ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയമായത് നാരി ശക്തിയാണ്. 75ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയമായിരുന്നത് നാരി ശക്തിയാണ്. നാരി ശക്തി പ്രമേയത്തെ അടിസ്ഥാനമാക്കി വിവിധ സേനകളിലെ വനിതാ ഓഫീസർമാരാണ് പരേഡിന് നേതൃത്വം നൽകിയിരുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിത ആരാണ്? ശ്വേത കെ സുഗതനാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിതയാണ് ശ്വേത കെ സുഗതൻ. ഡൽഹിയിൽ നടന്ന 75ാമത് റിപ്പബ്ലിക് ദിന പരിപാടികളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ആദിവാസി ബാലനാണ് പ്രണവ്. ഡൽഹിയിൽ നടന്ന 75ാമത് റിപ്പബ്ലിക് ദിന പരിപാടികളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ആദിവാസി ബാലനാണ് പ്രണവ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ നിന്നും അനുമതി നിഷേധിച്ച കേരളത്തിന്റെ ഫ്ലോട്ടാണ് മദർ ഓഫ് ഡെമോക്രസി. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ നിന്നും അനുമതി നിഷേധിച്ച കേരളത്തിന്റെ ഫ്ലോട്ടിന്റെ പ്രമേയമായിരുന്നത് മദർ ഓഫ് ഡെമോക്രസി എന്നതാണ്. 2024 അണ്ടർ 19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ്. 2024 അണ്ടർ 19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര നഗരസഭയാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നഗരസഭയാണ്.
ഗ്രാൻഡ് സ്ലാം വനിതാ സിംഗിൾസ് മത്സര ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടൈ ബ്രേക്കറിലൂടെ വിജയം കരസ്ഥമാക്കിയത് റഷ്യയുടെ അന്ന ബ്ലിൻകോവയാണ്. ഗ്രാൻഡ് സ്ലാം വനിതാ സിംഗിൾസ് മത്സര ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ടൈ ബ്രേക്കറിലൂടെ വിജയം കരസ്ഥമാക്കിയത് റഷ്യയുടെ അന്ന ബ്ലിൻകോവയാണ്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രോസസറാണ് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രോസസറാണ് കൈരളി. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായത് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ് ആണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായത് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ് ആണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച വനിതാ താരത്തിനുള്ള റേച്ചൽ ഹെയ്ഹോ ഫ്ലിന്റ് പുരസ്കാരത്തിന് അർഹയായത് ഇംഗ്ലണ്ടിന്റെ നാറ്റ് സ്കിവർ ബ്രന്റ് ആണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച വനിതാ താരത്തിനുള്ള റേച്ചൽ ഹെയ്ഹോ ഫ്ലിന്റ് പുരസ്കാരത്തിന് അർഹയായത് ഇംഗ്ലണ്ടിന്റെ നാറ്റ് സ്കിവർ ബ്രന്റ് ആണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ ഏകദിന ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലിയാണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ ഏകദിന ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ വിരാട് കോഹ്ലിയാണ്. ഇത് 4ാം തവണയാണ് വിരാട് കോഹ്ലി മികച്ച ഏകദിന ക്രിക്കറ്റിലെ പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2012, 2017, 2018, 2023 എന്നീ വർഷങ്ങളിലാണ് വിരാട് കോഹ്ലിക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ ഏകദിനത്തിലെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീലങ്കയുടെ ചമരി അട്ടപ്പട്ടുവാണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ ഏകദിനത്തിലെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീലങ്കയുടെ ചമരി അട്ടപ്പട്ടുവാണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയാണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയാണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ 2020 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവ് ആണ്. 2020 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ സൂര്യകുമാർ യാദവ് ആണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ 2020 മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വെസ്റ്റ് ഇൻഡീസിന്റെ ഹെയ്ലി മാത്യൂസ് ആണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ 2020 മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വെസ്റ്റ് ഇൻഡീസിന്റെ ഹെയ്ലി മാത്യൂസ് ആണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ ICC എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയ പുരുഷ താരം ന്യൂസിലൻഡിന്റെ രജിൻ രവീന്ദ്രയാണ്. ICC എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയ പുരുഷ താരം രജിൻ രവീന്ദ്രയാണ്. ICC എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയ വനിതാ താരം ഓസ്ട്രേലിയയുടെ ഫോബ് ലിച്ച് ഫീൽഡ് ആണ്. ICC എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയ വനിതാ താരം ഓസ്ട്രേലിയയുടെ ഫോബ് ലിച്ച് ഫീൽഡ് ആണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരങ്ങളിൽ ICC സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് പുരസ്കാരം നേടിയ ടീം സിംബാബ്വേയാണ്. ICC സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് പുരസ്കാരം നേടിയ ടീം സിംബാബ്വേയാണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച അമ്പയർക്കുള്ള ഡേവിഡ് ഷെപ്പേർഡ് ട്രോഫി നേടിയത് റിച്ചാർഡ് ഇല്ലിംഗ്വർത്ത് ആണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച അമ്പയർക്കുള്ള ഡേവിഡ് ഷെപ്പേർഡ് ട്രോഫി നേടിയത് റിച്ചാർഡ് ഇല്ലിംഗ്വർത്ത് ആണ്. 2024 പ്ലാന്റേഷൻ എക്സ്പോയുടെ വേദി എറണാകുളമാണ്. 2024 പ്ലാന്റേഷൻ എക്സ്പോയുടെ വേദി എറണാകുളമാണ്. 2024 ജനുവരിയിൽ ചന്ദ്രനിൽ വിജയകരമായി പേടകമിറക്കിയ ജപ്പാന്റെ ദൗത്യമാണ് സ്ലിം. 2024 ജനുവരിയിൽ ചന്ദ്രനിൽ വിജയകരമായി പേടകമിറക്കിയ
ജപ്പാന്റെ ദൗത്യമാണ് സ്ലിം. സ്ലിമിന്റെ പൂർണ്ണ രൂപം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നതാണ്. സോവിയറ്റ് യൂണിയൻ, USA, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകമിറക്കിയ 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. 2024 ജനുവരിയിൽ ചന്ദ്രനിൽ വിജയകരമായി പേടകമിറക്കിയ ജപ്പാന്റെ ദൗത്യത്തിന്റെ പേരാണ് സ്ലിം. സ്ലിമിന്റെ പൂർണ്ണ രൂപം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നതാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാടാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാടാണ്. ലോക ഡാക്കർ റാലി 2024 റാലി 2 വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ മലയാളിയാണ് ഹരിത് നോവ. ലോക ഡാക്കർ റാലി 2024 റാലി 2 വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ മലയാളിയാണ് ഹരിത് നോവ. കേരള നിയമസഭയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. 1 മിനിറ്റ് 24 സെക്കൻഡാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗത്തിനെടുത്ത സമയം. കേരള നിയമസഭയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം USA ആണ്. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം USA ആണ്. USA-യിലെ അലബാമ എന്ന സംസ്ഥാനത്താണ് നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയത്. ഇന്ത്യ, ഫ്രാൻസ്, UAE എന്നീ രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് നൈറ്റ് എക്സസൈസ്. ഇന്ത്യ, ഫ്രാൻസ്, UAE എന്നീ രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഡെസേർട്ട് നൈറ്റ് എക്സസൈസ്. ദേശീയ സമ്മതിദാന ദിനമായി ആചരിക്കുന്നത് ജനുവരി 25 ദേശീയ സമ്മതിദാന ദിനം ജനുവരി 25 2024 ദേശീയ സമ്മതിദാന ദിനത്തിന്റെ പ്രമേയം വോട്ടിംഗ് പോലെ മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നതാണ്. 2024 ദേശീയ സമ്മതിദാന ദിനത്തിന്റെ പ്രമേയം വോട്ടിംഗ് പോലെ മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. 2024 ദേശീയ സമ്മതിദാന ദിനത്തോടനുബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ ബോധവൽക്കരണ ഹ്രസ്വചിത്രമാണ് മൈ വോട്ട് മൈ ഡ്യൂട്ടി. 2024 ദേശീയ സമ്മതിദാന ദിനത്തോടനുബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ ബോധവൽക്കരണ ഹ്രസ്വചിത്രമാണ് മൈ വോട്ട് മൈ ഡ്യൂട്ടി. നിലവിലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ്. നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ്. നിയമസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 14454. നിയമസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 14454. ഈ നമ്പറിനെ ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ എന്ന പേരിലും അറിയപ്പെടുന്നു. 14454 എന്നതാണ് ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ. നിയമസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 14454 14454. സശസ്ത്ര സീമാ ബില്ലിന്റെ ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൗധരിയാണ്. ടെന്നീസിൽ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ താരം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയാണ്. ടെന്നീസിൽ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ താരം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയാണ്. 43ാം വയസ്സിലാണ് അദ്ദേഹം ഈ നേട്ടം സ്വന്തമാക്കിയത്. കേരള സർക്കാരിന്റെ ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബ്ബ് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഹബ്ബിന്റെ പേര് എയ്റോസ്പേസ് കൺട്രോൾ സിസ്റ്റം സെന്റർ എന്നാണ്. കേരള സർക്കാരിന്റെ ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബ്ബാണ് എയ്റോസ്പേസ് കൺട്രോൾ സിസ്റ്റം സെന്റർ തിരുവനന്തപുരം. ദേശീയ കയ്യെഴുത്തു ദിനമായി ആചരിക്കുന്നത് ജനുവരി 23 ദേശീയ കയ്യെഴുത്തു ദിനമായി ആചരിക്കുന്നത് ജനുവരി 23 പരാക്രം ദിവസായി ആചരിക്കുന്നതും ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് പരാക്രം ദിവസായി ആചരിക്കുന്നത് ജനുവരി 23. ദേശീയ കയ്യെഴുത്തു ദിനമായും
പരാക്രം ദിവസായും ആചരിക്കുന്നത് ജനുവരി 23 വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെന്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ജഡായു പദ്ധതി. വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെന്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ജഡായു പദ്ധതി. 2024 ഏത് രാജ്യം വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരാണ് സൊരയ്യ? ഇറാൻ. 2024 ഏത് രാജ്യം വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരാണ് സൊരയ്യ? ഇറാൻ. അടുത്തിടെ അന്തരിച്ച കഥകളി ചെണ്ട ആചാര്യൻ ആയാങ്കുടി കുട്ടപ്പ മാരാർക്ക് കേരള സർക്കാരിന്റെ പല്ലാവൂർ അപ്പുമാരാർ സ്മാരക പുരസ്കാരം ലഭിച്ച വർഷം 2008 അടുത്തിടെ അന്തരിച്ച കഥകളി ചെണ്ട ആചാര്യൻ ആയാങ്കുടി കുട്ടപ്പ മാരാർക്ക് കേരള സർക്കാരിന്റെ പല്ലാവൂർ അപ്പുമാരാർ സ്മാരക പുരസ്കാരം ലഭിച്ച വർഷം 2008. 2019-20 വർഷത്തിലെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളി KN അനന്ത പത്മനാഭനാണ്. 2019-20 വർഷത്തിലെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളി KN അനന്ത പത്മനാഭൻ. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന കേരളത്തിലെ സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ഏകാരോഗ്യം പദ്ധതി. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന കേരളത്തിലെ സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ഏകാരോഗ്യം പദ്ധതി. ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ചിംഗ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം കേരളമാണ്. ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ചിംഗ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം കേരളമാണ്. പാഴ്സൽ നൽകുന്ന ഭക്ഷണ കവറിന് പുറത്ത് ലേബൽ പതിക്കണം എന്ന നിയമം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ലേബൽ. പാഴ്സൽ നൽകുന്ന ഭക്ഷണ കവറിന് പുറത്ത് ലേബൽ പതിക്കണം എന്ന നിയമം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ലേബൽ. ലോകത്തിലെ 4ാമത്തെ വലിയ ഓഹരി വിപണി ഇന്ത്യയാണ്. ലോകത്തിലെ 4ാമത്തെ വലിയ ഓഹരി വിപണി ഇന്ത്യയാണ്. നിലവിൽ ഓഹരി വിപണി മൂല്യത്തിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം USA, 2ാം സ്ഥാനത്ത് ചൈന, 3ാം സ്ഥാനത്ത് ജപ്പാൻ, 4ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. മലേറിയ രോഗത്തിനെതിരെ ലോകത്താദ്യമായി പതിവ് വാക്സിൻ പദ്ധതി ആരംഭിച്ച രാജ്യം കാമറൂൺ ആണ്. മലേറിയ രോഗത്തിനെതിരെ ലോകത്താദ്യമായി പതിവ് വാക്സിൻ പദ്ധതി ആരംഭിച്ച രാജ്യം കാമറൂൺ ആണ്. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജനനായക് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് കർപ്പൂരി താക്കൂർ. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജനനായക് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി കർപ്പൂരി ഠാക്കൂർ ആണ്. പൊതുസ്ഥലങ്ങൾ മാലിന്യമുക്തമാക്കി പൂന്തോട്ടം നിർമ്മിക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. പൊതുസ്ഥലങ്ങൾ മാലിന്യമുക്തമാക്കി പൂന്തോട്ടം നിർമ്മിക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. ഫോബ്സ് മാഗസിന്റെ സർവകാല റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി കുവൈറ്റ് ദിനാറാണ്. ഫോബ്സിന്റെ സർവകാല റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി കുവൈറ്റ് ദിനാറാണ്. 2024 ജനുവരിയിൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. 2024 ജനുവരിയിൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. ICC പ്രഖ്യാപിച്ച 2023 2020 ടീമിന്റെ നായകൻ ഇന്ത്യയുടെ സൂര്യകുമാർ യാദവ് ആണ്. ICC പ്രഖ്യാപിച്ച 2023 2020 ടീമിന്റെ നായകൻ ഇന്ത്യയുടെ സൂര്യകുമാർ യാദവ് ആണ്.
2024 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അഗ്നിപർവ്വതമായ ഓഗോസ് ദേൽ സലാദോ കീഴടക്കിയ മലയാളിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. 2024 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അഗ്നിപർവ്വതമായ ഓഗോസ് ദേൽ സലാദോ കീഴടക്കിയ മലയാളിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. ഓഗോസ് ദേൽ സലാദോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിലിയിലാണ്. 2024 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ചൈനയുടെ ഷി യുകിയാണ്. 2024 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ചൈനയുടെ ഷി യുകിയാണ്. 2024 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് തായ്വാന്റെ തായ് സൂയിങ് ആണ്. 2024 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് തായ്വാന്റെ തായ് സൂയിങ് ആണ്. 2024 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ദക്ഷിണ കൊറിയയുടെ കാങ് മിൻ ഹ്യൂക്കും സിയോ സെങ്ജെയുമാണ്. 2024 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ദക്ഷിണ കൊറിയയുടെ കാങ് മിൻ ഹ്യൂക്കും സിയോ സെങ്ജെയുമാണ്. ഇന്ത്യയുടെ സ്വാതിക് സായിരാജ്, രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി എന്നിവരെയാണ് കാങ് മിൻ ഹ്യൂക്കും സിയോ സെങ്ജെയും ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. 2024 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ ഡബിൾസ് കിരീടം നേടിയത് ജപ്പാന്റെ മയു മാട്സുമോട്ടോയും വാക്കാന നഗഹരയുമാണ്. 2024 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ ഡബിൾസ് കിരീടം നേടിയത് ജപ്പാന്റെ മയു മാട്സുമോട്ടോയും വാക്കാന നഗഹരയുമാണ്. ഇന്ത്യയിലെ 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ഇന്ത്യയിലെ 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിച്ച 3ാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക്. ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിച്ച 3ാമത്തെ കമ്പനി ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്ക് എന്ന കമ്പനിയാണ്. ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിച്ച മറ്റ് 2 കമ്പനികൾ വൺവെബും ജിയോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസുമാണ്. 3ാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക്. ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിച്ച 3ാമത്തെ കമ്പനി സ്റ്റാർലിങ്ക്. മറ്റ് 2 കമ്പനികൾ വൺവെബും ജിയോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനുമാണ്. സ്റ്റാർലിങ്കിന്റെ ഉടമസ്ഥൻ ഇലോൺ മസ്ക് ആണ്. ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ AI ഗായിക ഉപയോഗിച്ച് സംഗീതം തയ്യാറാക്കിയത് ഹിഷാം അബ്ദുൽ വഹാബ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ AI ഗായിക ഉപയോഗിച്ച് സംഗീതം തയ്യാറാക്കിയത് മലയാളിയായ ഹിഷാം അബ്ദുൽ വഹാബ് ആണ്. AI ഗായികയുടെ പേര് ലിൻഡ എന്നാണ്. ഹായ് നന്ന എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് സിനിമയിൽ AI ഗായികയെ കൊണ്ട് സംഗീതം തയ്യാറാക്കിയത്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രചോദനാത്മക കഥകൾ ഉൾപ്പെടുത്തി ഗുരുദേവ കഥാമൃതം എന്ന കൃതി രചിച്ചത് മങ്ങാട് ബാലചന്ദ്രനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രചോദനാത്മക കഥകൾ ഉൾപ്പെടുത്തി ഗുരുദേവ കഥാമൃതം എന്ന കൃതി രചിച്ചത് മങ്ങാട് ബാലചന്ദ്രനാണ്. രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. 2024 ബ്രിട്ടനിലെ യുവ ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ബ്ലാവട്നിക് ഫാമിലി ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയ മലയാളി രാഹുൽ ആർ നായരാണ്. 2024-25 കേന്ദ്ര ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. 2024-25 ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. 2024 ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യത്തെ ബജറ്റ് അവതരണം നടത്തിയത് നിർമ്മല സീതാരാമനാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യത്തെ ബജറ്റ് അവതരണം നടത്തിയത് നിർമ്മല സീതാരാമനാണ്. മുൻ ഹോക്കി താരമായ PR ശാരദയുടെ ആത്മകഥയാണ് ഫോർവേഡ്. മുൻ ഹോക്കി താരമായ
PR ശാരദയുടെ ആത്മകഥയാണ് ഫോർവേഡ്. 2023 തിരഞ്ഞെടുപ്പ് നടപടികൾക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളി സാജു വാഹിദാണ്. അദ്ദേഹം സൗത്ത് ത്രിപുരയുടെ കളക്ടറാണ്. 2023 തിരഞ്ഞെടുപ്പ് നടപടികൾക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളിയാണ് സാജു വഹീദ്. അയ്യൻകാളിയുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് കതിരവൻ. അയ്യൻകാളിയുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് കതിരവൻ. ചിത്രം സംവിധാനം ചെയ്യുന്നത് അരുൺ രാജാണ്. കൂട്ടമായുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നേരിടാൻ ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈബ്രിഡ് ആന്റി ഡ്രോൺ സിസ്റ്റമാണ് ഗംഗ. കൂട്ടമായുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നേരിടാൻ ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈബ്രിഡ് ആന്റി ഡ്രോൺ സിസ്റ്റമാണ് ഗംഗ. 2024 സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. 2024 സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ബെലാറസിന്റെ ആര്യന സബലങ്കയാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ബെലാറസിന്റെ ആര്യന സബലങ്കയാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീട ജേതാക്കൾ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീട ജേതാക്കൾ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമാണ്. ബീഹാറിന്റെ നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ്. ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ഇന്ത്യൻ സൂപ്പർ കപ്പ് 2024 ജേതാക്കൾ ഈസ്റ്റ് ബംഗാൾ FC ആണ്. റണ്ണേഴ്സ് അപ്പ് ഒഡീഷ FC ആണ്. ഇന്ത്യൻ സൂപ്പർ കപ്പ് 2024 വേദിയായത് ഒഡീഷയാണ്. 2024 ജേതാക്കളായത് ഈസ്റ്റ് ബംഗാൾ FC ആണ്. റണ്ണേഴ്സ് അപ്പ് ആയത് ഒഡീഷ FC ആണ്. ഇന്ത്യൻ കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ ഹവിൽദാർ പ്രീതി രജക്കാണ്. ഇന്ത്യൻ കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ ആണ് ഹവിൽദാർ പ്രീതി രജക്. 2024 ജനുവരിയിൽ കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത്. 2024 ജനുവരിയിൽ കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത്. വടക്കൻ കങ്കാരു ഓന്തിന്റെ ശാസ്ത്രീയ നാമം അഗസ്ത്യഗാമ എഡ്ജ് എന്നാണ്. ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകളെ മറ്റു രീതിയിൽ വീണ്ടും പ്രയോജനപ്പെടുത്താൻ ISRO വിജയകരമായി പരീക്ഷിച്ച ദൗത്യമാണ് POEM-3. ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകളെ മറ്റു രീതിയിൽ വീണ്ടും പ്രയോജനപ്പെടുത്താൻ ISRO വിജയകരമായി പരീക്ഷിച്ച ദൗത്യമാണ് POEM-3. POEM എന്നതിന്റെ പൂർണ്ണരൂപം PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ എന്നാണ്. POEM-3യുടെ പൂർണ്ണരൂപം PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ 3 എന്നാണ്. ദേശീയ രക്തസാക്ഷി ദിനം ജനുവരി 30. ദേശീയ രക്തസാക്ഷി ദിനം ജനുവരി 30 ആണ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കാസർഗോഡ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കാസർഗോഡാണ്. ഇന്ത്യൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അതിവേഗ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരം തന്മയ് അഗർവാൾ ആണ്. ഇന്ത്യൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അതിവേഗ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരം തന്മയ് അഗർവാൾ ആണ്. സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കോന്നി ഇക്കോ ടൂറിസം ആണ്. സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കോന്നി ഇക്കോ ടൂറിസം ആണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അനിൽ കുമാർ ലഹോട്ടിയാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അനിൽ കുമാർ ലഹോട്ടി. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായിക ക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നടന്ന പരിപാടിയാണ് K-Walk. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി
എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നടന്ന പരിപാടിയാണ് കെ വാക്ക്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.